നാട്ടിൽ നിന്നും ചില സഹോദരിമാർ നമ്മളെ സന്ദർശിക്കുവാനായി ഇവിടെ എത്തിയിട്ടുണ്ട്. സംഗീതത്തിന് ഏറ്റവും പ്രാധാന്യം കൽപ്പിക്കുന്ന സഭയാണ് നമ്മുടെ BBA സഭ. അവരെല്ലാവരും അതത് പള്ളികളിലെ കൊയർ മെമ്പേഴ്സുമാണ്. നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടുകൂടി ഓരോരുത്തരായി ഞാൻ വേദിയിലേക്ക് ക്ഷണിച്ചു കൊള്ളട്ടെ. നല്ലൊരു കൈയ്യെടുത്ത്. ആദ്യമായി തന്നെ കോട്ടയത്ത് നിന്ന് വന്ന കത്രീനാമ. നിങ്ങൾ വിചാരിക്കുന്നത് അത്ര ചില്ലറക്കാരികളല്ല കേട്ടോ. സംഗീതത്തിന് എന്നെ ബിരുദമെടുത്ത കത്രീനാമ നമ്മുടെ വാനമ്പാടി ബെനിക്കിയെ പോലെ തോൽപ്പിച്ചുകൊണ്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ബ്യൂട്ടിക്കാരുടെ ഷോട്ടിംഗ് പുള്ളിക്കാരുടെ വീക്ക്നെസ് ആണ്. ഇച്ചിരി സൈഷായി തന്നെയാണ് നാട്ടിൽ നിന്ന് ചേച്ചി വന്നിരിക്കുന്നത്. അടുത്തതായി പുന്നക്കാട് സഭ അംഗം പുന്നശ്ശേരി പൊന്നമ്മ. വെറും പൊന്നമ്മയല്ല, പത്മശ്രീ പൊന്നമ്മ. അതിസമ്പന്നയാണെന്ന് ഒഴിച്ചാൽ വേറെ ഒരു കാരണവും ഈ പത്മശ്രീ ലഭിക്കുന്നതിന് പിന്നിലുണ്ടെന്ന് നാട്ടുകാർക്കോ വീട്ടുകാർക്കോ യാതൊരുവരെയും തോന്നിയിട്ടില്ല. അടുത്തതായി വേദിയിലേക്ക് ക്ഷണിക്കാം കുമ്പളാംപൊയ്കയിൽ നിന്ന് വന്ന കുഞ്ഞമ്മ. കുഞ്ഞമ്മയെ കുറിച്ച് പറഞ്ഞാൽ വാചകത്തിലും പാചകത്തിലും അതിനിഗുണം. രണ്ടിന്റെ രുചിയറിഞ്ഞാൽ ഒരിക്കലും കുഞ്ഞമ്മയെ മറക്കില്ല. ഇനി നമുക്ക് ക്ഷണിക്കാം മാവേലിക്കരയിൽ നിന്ന് വന്ന മറിയാമ്മ. രാഷ്ട്രീയക്കാരെയും പയറ്റിത്തെളിഞ്ഞ മറിയാമ്മയുടെ പ്രത്യേകത എല്ലാ 5 വർഷം കൂടുമ്പോഴും പാർട്ടി മാറും എന്നുള്ളതാണ്. ഭരണകക്ഷി മെമ്പറായിരിക്കുന്നതിന്റെ ഗമ ഒന്ന് വേറെ തന്നെയാണ്. സഭാജനങ്ങൾക്ക് ഏറ്റവും പ്രിയങ്കരയാണ് മറിയാമ്മ. അതിന്റെ കാരണം ആ കൈകളിലേക്ക് നോക്കിയാൽ തന്നെ അറിയാം. ഇനി അവസാനമായി നമുക്ക് ക്ഷണിക്കാം തോലശ്ശേരി തെയ്യാമ്മ. തെയ്യം എന്നറിയപ്പെടും. നല്ലൊരു നർത്തകിയും നടിയുമായ തെയ്യാമ്മ മാസ്റ്റേഴ്സ് എടുത്തിരിക്കുന്നത് ഇൻവിറ്റേഷൻ പ്രകാരം അടുത്ത മാസം വൈറ്റ് ഹൗസിൽ പെർഫോം ചെയ്യുന്നതിന്റെ ത്രില്ലിലാണ് നമ്മുടെ തെയ്യാമ്മ. നാട്ടിൽ നിന്ന് വന്നിരിക്കുന്ന ഈ അമ്മച്ചിമാർക്ക് സ്നേഹവന്ദനം ആശംസിക്കുന്നു. കൊയർ മെമ്പേഴ്സ് ആയതുകൊണ്ടാണ് ഇവരോട് എന്ത് ചോദിച്ചാലും പാട്ടിലൂടെ മാത്രമേ അവർ മറുപടി പറയൂ. എങ്ങനെ ഉണ്ടായിരുന്നു അമ്മച്ചിമാരെ ഇങ്ങോട്ടുള്ള യാത്രയൊക്കെ? ഉള്ള കാര്യം പറയാലോ അമ്മച്ചിമാരെ, നിങ്ങളെ വസ്ത്രത്തിൽ കാണാൻ നല്ല ഐശ്വര്യം, ശരിയല്ലേ? നാട്ടിൽ എത്തിയതല്ലേ ഉള്ളൂ. എങ്ങനെയുണ്ട് ഞങ്ങളുടെ വാഹനം? ഇഷ്ടപ്പെട്ടോ? അങ്ങനെ പറയുക മച്ചമാരെ, നമ്മുടെ നാട്ടിൽ എല്ലാവരും വന്ന് വസിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അതിരിക്കട്ടെ, നിങ്ങൾ ഒറ്റയ്ക്കാണോ വന്നത്? അപ്പച്ചമാരെ കൂടെ കൊണ്ടുവന്നില്ലേ? എന്തുപറ്റി കുഞ്ഞാമ്മച്ചി? അപ്പച്ചനെ കുറിച്ച് വേറെന്തോ പറയാനുണ്ടെന്ന് തോന്നുന്നുവല്ലോ. ഓഹോ, അങ്ങനെയാണോ? മക്കളൊക്കെ എന്താ പറയുന്നു? സുഖമായിരിക്കുന്നോ? നിങ്ങളെ നന്നായി നോക്കുന്നുണ്ടല്ലോ അല്ലേ? അയ്യോ, അത് കഷ്ടമായിപ്പോയി. അപ്പൊ നിങ്ങളുടെ മരുമക്കളോ? ദുഃഖത്തിന്റെ പാനപാത്രം കർത്താവിന്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോ
കൊള്ളാലോ അമ്മച്ചിമാരും, നിങ്ങളുടെ അമ്മായിമ്മമാരും ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. അതിരിക്കട്ടെ, ഇവിടെ വന്നിട്ട് ഞങ്ങളുടെ പാസ്റ്ററിനെ പരിചയപ്പെട്ടോ? അപ്പോ ഞങ്ങളുടെ കമ്മിറ്റി മെമ്പേഴ്സിനെ പറ്റി എന്ത് പറയുന്നു? നാട്ടിലെ പോലെ ഇവിടെയും ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഇപ്പോഴത്തെ സാധനങ്ങളുടെ വിലയൊക്കെ കൂടിയത് കൊണ്ട് ക്യാഷ് ഒക്കെ കൈകാര്യം ചെയ്യാം. ഞങ്ങളുടെ ട്രഷററോട് വല്ലതും പറയാനുണ്ടോ? ഓൾ ദ ബെസ്റ്റ്. പിന്നെ ഇവിടുത്തെ സഭാംഗങ്ങളെ കണ്ടിട്ട് എന്ത് പറയുന്നു? ഞങ്ങളുടെ സഭാംഗങ്ങളെ പറ്റി നിങ്ങൾ അങ്ങനെയല്ല പറഞ്ഞത്. ക്രിസ്മസ് സെലിബ്രേറ്റിന്റെ പ്രോഗ്രാമിന് വന്നിട്ട് ഞങ്ങൾ സ്ത്രീജനങ്ങളോട് എന്തെങ്കിലും പറയുവാനുണ്ടോ? ഇത്രത്തോളം ദൈവം എന്നെ നടത്തി, ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തി, ഇത്രത്തോളം യഹോവ സഹായിച്ചു. അതെ, ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇത്രയും വർഷം പിന്നിട്ട് നമ്മുടെ സഭയെ പറ്റി എന്ത് പറയുന്നു? ശരീരത്താലുമല്ല ശക്തിയാലുമല്ല ദൈവത്തിന്റെ ആത്മാശക്തിയാലത്രേ. സഭ ഇനിയും വളരട്ടെ ദൈവകൃപ. പൊതുവായി ഞങ്ങൾക്ക് വല്ല ഉപദേശവും തരാനുണ്ടോ? വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം, പ്രിയൻ വരവതി താമസമേറെയില്ല. കർത്താവിന്റെ വരവതി സമീപമായിരുന്നു. താങ്ക് യു.